ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LPUP എക്സാം റിലേറ്റഡ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന ഭാഗത്തു നിന്ന് വരുന്ന പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യമായി മലയാളി മെമ്മോറിയലിനെ കുറിച്ച് നോക്കാം. തിരുവിതാംകൂറിലെ ഉദ്യോഗങ്ങളിൽ വിദേശ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന അമിത പ്രാധാന്യം ഇല്ലാതാക്കുന്നതിനായി സമർപ്പിക്കപ്പെട്ട നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിലെ ഉദ്യോഗങ്ങൾക്കിടയിൽ വിദേശ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന അമിത പ്രാധാന്യത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് 1891 ജനുവരി 1-നാണ്. 1891 ജനുവരി 1-നാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിലാണ്. 1891 ജനുവരി 1-ന് ശ്രീമൂലം തിരുനാളിലാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. തിരുവിതാംകൂറിലെ ഉദ്യോഗങ്ങളിലെ വിദേശ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന അമിത പ്രാധാന്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. 1891 ജനുവരി 1-നാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് GP പിള്ളയാണ്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് GP പിള്ളയാണ്. മലയാളി മെമ്മോറിയലിൽ ഒപ്പിട്ടവരുടെ എണ്ണം 10,028 മലയാളി മെമ്മോറിയലിൽ ഒപ്പിട്ടവരുടെ എണ്ണം 10,028 മലയാളി മെമ്മോറിയലിൻ്റെ ലക്ഷ്യം ഉന്നത ജോലികൾ തദ്ദേശീയർക്ക് നൽകുക എന്നുള്ളതായിരുന്നു. ഉന്നത ജോലികൾ തദ്ദേശീയർക്ക് നൽകുക എന്നുള്ളതാണ് മലയാളി മെമ്മോറിയലിൻ്റെ ലക്ഷ്യം. മലയാളി മെമ്മോറിയലിൽ ആദ്യമായിട്ട് ഒപ്പുവെച്ചത് KP ശങ്കരമേനോനാണ്. മലയാളി മെമ്മോറിയലിൽ ആദ്യമായി ഒപ്പുവെച്ചത് KP ശങ്കരമേനോനാണ്. മലയാളി മെമ്മോറിയലിൻ്റെ ലക്ഷ്യം ഉന്നത ജോലികൾ തദ്ദേശീയർക്ക് നൽകുക എന്നുള്ളതായിരുന്നു. മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പു ആണ് മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായിട്ട് ഒപ്പുവെച്ചത്. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ ദിവാനായിരുന്നു T രാമറാവു. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ ദിവാനായിരുന്നു T രാമറാവു. മലയാളി മെമ്മോറിയലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരനാണ് CV രാമൻപിള്ള. മലയാളി മെമ്മോറിയലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരനാണ് CV രാമൻപിള്ള. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കാൻ നിയമസഹായം നൽകിയ വ്യക്തിയാണ് ഏഡ്ലി നോർട്ടൺ. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കാൻ നിയമസഹായം നൽകിയ വ്യക്തിയായിരുന്നു ഏഡ്ലി നോർട്ടൺ. ഇപ്പോൾ തിരുവിതാംകൂറിലെ ഉദ്യോഗങ്ങളിൽ വിദേശ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന അമിത പ്രാധാന്യത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയത് GP പിള്ളയാണ്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് GP പിള്ള. തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയതും അദ്ദേഹമാണ്. 10,028 പേരാണ് മലയാളി മെമ്മോറിയലിൽ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നത്. 1891 ജനുവരി 1-നാണ് മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചത്. മലയാളി മെമ്മോറിയലിനെ കുറിച്ച് CV രാമൻപിള്ള എഡിറ്റോറിയൽ എഴുതിയ പത്രമാണ് മിതഭാഷി. ഇത് പിന്നീട് വിദേശീയ മേധാവിത്വം എന്ന പേരിൽ പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. മലയാളി മെമ്മോറിയലിനെ കുറിച്ച് CV രാമൻപിള്ള എഡിറ്റോറിയൽ എഴുതിയ പത്രമാണ് മിതഭാഷി. ഇത് പിന്നീട് വിദേശീയ മേധാവിത്വം എന്ന പേരിൽ പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചു. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കാൻ നിയമസഹായം നൽകിയ വ്യക്തിയാണ് ഏഡ്ലി നോർട്ടൺ. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്ത് ദിവാനായിരുന്നു T രാമറാവു. മലയാളി മെമ്മോറിയലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരനാണ് CV രാമൻപിള്ള. തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയത് GP പിള്ള. തിരുവിതാംകൂറുകാർക്ക് എന്നത് മലയാളി മെമ്മോറിയലിൻ്റെ മുദ്രാവാക്യമായിരുന്നു. മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തമിഴ് ബ്രാഹ്മണർ, ഹിന്ദു മലയാളികൾ, ക്രൈസ്തവ മലയാളികൾ എന്നിങ്ങനെ വിവിധ വിഭാഗത്തിലുള്ള ആളുകൾ ചേർന്ന് ഒപ്പിട്ട ഒരു മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. ഇതിനെയാണ് എതിർ മെമ്മോറിയൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്.
മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തമിഴ് ബ്രാഹ്മണർ, ഹിന്ദു മലയാളികൾ, ക്രൈസ്തവ മലയാളികൾ എന്നിങ്ങനെ വിവിധ വിഭാഗത്തിലുള്ള ആളുകൾ ചേർന്ന് ഒപ്പിട്ട ഒരു മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. ഇതിനെ എതിർ മെമ്മോറിയൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് കൊടുത്ത വർഷം ചോദിക്കാറുണ്ട്. 1891 ജൂൺ 3-നാണ്. ഒന്ന് ജനുവരി 1-നാണ് മലയാളി മെമ്മോറിയൽ, എതിർ മെമ്മോറിയൽ ജൂൺ 3-നാണ്. അതേ വർഷം 1891 ജനുവരി 1-ന് മലയാളി മെമ്മോറിയൽ, ജൂൺ 3-ന് എതിർ മെമ്മോറിയൽ. എതിർ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തവരാണ് ഇ രാമയ്യരും രാമനാഥൻ റാവുവും. ഇ രാമയ്യർ, രാമനാഥൻ റാവു എന്നിവരാണ് എതിർ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ മലയാളി മെമ്മോറിയലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരനാണ് CV രാമൻപിള്ള. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്ത് ദിവാനായിരുന്നു ടി രാമറാവു. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കാൻ നിയമസഹായം നൽകിയ വ്യക്തിയാണ് ഏർലി നോട്ടൺ. മലയാളി മെമ്മോറിയലിനെ കുറിച്ച് CV രാമൻപിള്ള എഡിറ്റോറിയൽ എഴുതിയ പത്രമാണ് മിതഭാഷി. ഇതാണ് പിന്നീട് വിദേശീയ മേധാവിത്വം എന്ന പേരിൽ പുസ്തകമായിട്ട് മാറിയത്. ഇനി നമുക്ക് ഈഴവ മെമ്മോറിയലിനെ കുറിച്ച് നോക്കാം. ഈഴവ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാനായി സമർപ്പിക്കപ്പെട്ട നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. ഈഴവ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാനായി സമർപ്പിക്കപ്പെട്ട നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ്. ഈഴവ മെമ്മോറിയൽ ഒപ്പിട്ടത് 13,176 ആൾക്കാരാണ്. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിന് 1896 സെപ്റ്റംബർ 3-ന്. 1896 സെപ്റ്റംബർ 3-ന് ഈഴവ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട സമയത്ത് ദിവാനായിരുന്നു ശങ്കര സുബ്ബയ്യ. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട സമയത്ത് ദിവാനായിരുന്നു ശങ്കര സുബ്ബയ്യ. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1900-ലാണ്. 1900-ലാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് കഴ്സൺ പ്രഭുവിനാണ്. ഈഴവ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാനായി സമർപ്പിക്കപ്പെട്ട നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ്. ഈഴവ മെമ്മോറിയലിൽ ഒപ്പിട്ടത് 13,176 പേരാണ്. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണ്. 1896 സെപ്റ്റംബർ 3-നാണ്. 1896 സെപ്റ്റംബർ 3-നാണ് ഈഴവ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചത്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട സമയത്ത് ദിവാനായിരുന്നു ശങ്കര സുബ്ബയ്യ. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1900-ലാണ്. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് കഴ്സൺ പ്രഭുവിനാണ്. അപ്പോൾ ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ പൽപ്പു. ഈഴവ സമുദായത്തിൽ നിന്നും മെഡിക്കൽ ഡിഗ്രി എടുത്ത ആദ്യത്തെ വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആദ്യത്തെ ബിരുദധാരി അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള വേലായുധനാണ്. അപ്പോൾ ഈഴവനായതുകൊണ്ട് തന്നെ തിരുവിതാംകൂർ മെഡിക്കൽ സർവീസ് അദ്ദേഹത്തിന് നിഷേധിച്ചു. ഇതുമൂലം തനിക്കും തൻ്റെ സമുദായത്തിനും നേരിടേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് മദ്രാസ് സ്റ്റാൻഡേർഡ് പത്രത്തിൽ അദ്ദേഹം ഒരു ലേഖന പരമ്പര തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതാണ് തിരുവിതാംകോട്ടെ തീയൻ എന്നുള്ളത്. ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസ് ഇൻ ട്രാവങ്കൂർ എന്ന പുസ്തകം രചിച്ചത് അദ്ദേഹമായിരുന്നു. ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസ് ഇൻ ട്രാവങ്കൂർ എന്ന പുസ്തകം എഴുതിയത് ഡോക്ടർ പൽപ്പു ആണ്. ഡോക്ടർ പൽപ്പു മൈസൂരിൽ വെച്ച് സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയത് 1882-ലാണ്. 1882-ലാണ് ഡോക്ടർ പൽപ്പു മൈസൂരിൽ വെച്ച് സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയത്. ഡോക്ടർ പൽപ്പു ധർമ്മബോധനത്തിൽ ജീവിച്ച കർമ്മയോഗി എന്ന പുസ്തകം രചിച്ചത് MK സാനു ആണ്. ഡോക്ടർ പൽപ്പു ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി എന്ന പുസ്തകം രചിച്ചത് MK സാനു ആണ്. ഡോക്ടർ പൽപ്പു ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി എന്ന പുസ്തകം രചിച്ചത് MK സാനു ആണ്. ആദ്യത്തെ ഡോക്ടർ പൽപ്പു സ്മാരക പുരസ്കാരം നേടിയത് ഡോക്ടർ MR രാജഗോപാലാണ്. ആദ്യത്തെ ഡോക്ടർ പൽപ്പു സ്മാരക പുരസ്കാരം നേടിയത് ഡോക്ടർ MR രാജഗോപാലാണ്. ഡോക്ടർ പൽപ്പു സ്മാരക പുരസ്കാരം നേടിയത് ഡോക്ടർ MR രാജഗോപാലാണ്.
ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് തലേ ദിവസം അന്തരിച്ച നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപു. ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിൻ്റെ തലേ ദിവസം അന്തരിച്ച നവോത്ഥാന നായകനായിരുന്നു ഡോക്ടർ പൽപു. ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് ഡോക്ടർ പൽപുവിനെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡുവാണ്. ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് ഡോക്ടർ പൽപുവിനെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡുവാണ്. ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന പേരിൽ റിട്ടി ലോക്കോസ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു. ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് റിട്ടി ലോക്കോസ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു. ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് ഡോക്ടർ പൽപുവിനെ സരോജിനി നായിഡു വിശേഷിപ്പിച്ചപ്പോൾ റിട്ടി ലോക്കോസ് എന്താ വിശേഷിപ്പിച്ചത്? ഡോക്ടർ പൽപുവിനെ ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് വിശേഷിപ്പിച്ചു. മലബാർ വ്യവസായവൽക്കരണവുമായി ബന്ധപ്പെട്ട് മലബാർ എക്കണോമിക് യൂണിയൻ എന്ന സംഘടന സ്ഥാപിച്ചത് ഡോക്ടർ പൽപു ആയിരുന്നു. മലബാർ വ്യവസായവൽക്കരണവുമായി ബന്ധപ്പെട്ട് മലബാർ എക്കണോമിക് യൂണിയൻ എന്ന സംഘടന സ്ഥാപിച്ചത് ഡോക്ടർ പൽപു ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെക്കുറിച്ചാണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.